സംസ്ഥാനത്തെ ക്ഷീര കർഷക മേഖല പ്രതിസന്ധിയിൽ. ഈ മേഖലയിലുണ്ടായിരുന്ന പലരും ഉരുക്കളെ വിൽപ്പന നടത്തി രംഗം വിട്ടു. പുതിയ തലമുറ ക്ഷീരമേഖലയെ കൈയൊഴിയുകയാണ്. കാലിത്തീറ്റയുടെ വിലക്കയറ്റവും പാലിന് വില വർദ്ധിപ്പിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയായി മാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലം പാൽ ഉൽപാദനത്തിലും കുറവ് വന്നു. പശുക്കൾക്കുള്ള ഇൻഷുറൻസ് സ്കീമിലെ അശാസ്ത്രീയത മൂലം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മുടെ പാലിന്റെ ആവശ്യം നടക്കും, പിന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടും, നിത്യച്ചെലവ് നടന്നു പോകുന്നല്ലാതെ വലിയ പുരോഗമനങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഈ പാലിന്റെ ഉൽപാദനക്കുറവ് കാരണം സബ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പശുക്കൾക്ക് കൊടുക്കുന്ന വൈക്കോൽ ഒരു ബണ്ടിലിന് 200 രൂപയായി. പച്ചപ്പുല്ല് 1 കിലോ 4 രൂപ വില കൊടുത്താണ് പല കർഷകരും വാങ്ങുന്നത്. 850 രൂപ ഉണ്ടായിരുന്ന കാലിത്തീറ്റ 1500 രൂപയായി. ഉൽപാദന ചെലവ് വർദ്ധിച്ചിട്ടും ആനുപാതികമായി പാലിന് വില കൂട്ടാത്തതും തിരിച്ചടിയായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെട്ട് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ക്ഷീരമേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂവെന്നും കർഷകർ പറയുന്നു. TCV ന്യൂസ്, തിരുവല്ലോമല.